പൊതുവേ നമ്മിൽപ്പെട്ടവരല്ലാത്ത എന്താ പറഞ്ഞാൽ വിസ്ഡമിൻ്റെ ആൾക്കാരല്ലാത്തവർ പൊതുവേ വിസ്ഡമിൻ്റെ ആൾക്കാരോട് പറയുന്നൊരു വർത്താനമുണ്ട്. വിസ്ഡമിൻ്റെ ആൾക്കാർക്ക് ജിന്നിനോടുള്ള സഹായതേട്ടത്തിൽ രണ്ട് നയമുള്ള ആൾക്കാരാണ്. ജിന്നിനോടുള്ള സഹായതേട്ടം ശിർക്കായതുമുണ്ട്, വസീലത്ത് ശിർക്കായതുമുണ്ട്. അങ്ങനെ ഒരു വിശ്വാസമാണ് വിസ്ഡമിനുള്ളതെന്നാണ് ഇവർ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത്. അപ്പോൾ പൊതുവേ ഫൈസൽ മൗലവിയുടെ പേരെടുത്തുകൊണ്ട് തന്നെയാണ് അവർ ഈ വാക്ക് ഉപയോഗിക്കാറ്. അപ്പോൾ തീർച്ചയായിട്ടും ജിന്നിനോടുള്ള സഹായതേട്ടം ശിർക്കാണ്. പക്ഷേ വസീലത്ത് ശിർക്കായ സഹായതേട്ടം എന്താണ്, അത് ഫൈസൽ മൗലവി മുമ്പ് പറഞ്ഞതായിട്ടാണ് അവർ പ്രചരിപ്പിക്കുന്നത്. അത് ഈ സദസ്സിനൊന്ന് ബോധ്യപ്പെടുത്തി തരണം, വസീലത്ത് ശിർക്കായത് എന്താണെന്നുള്ളത്. യഥാർത്ഥത്തിൽ അഭൗതികമായ തേട്ടം, അതാണ് പ്രാർത്ഥന എന്ന് പറയുക. അഭൗതികമായ മാർഗത്തിൽ, അദൃശ്യമായ മാർഗത്തിൽ, കാര്യകാരണ ബന്ധങ്ങൾക്കതീതമായി ഉള്ള തേട്ടം, അത് ജിന്നാവട്ടെ, ഇൻസാവട്ടെ, കല്ലാവട്ടെ, മരമാവട്ടെ, ഏതു പടപ്പിനോട് തേടിയാലും അതിൻ്റെ വിധി ഷിർക്കാണ്, അത് ഹറാമാണ്. ഷിർക്കെല്ലാം ഹറാമാണ്, അതുകൊണ്ട് അത് ഷിർക്കാണ്, ഷിർക്ക് ഹറാമാണ് എന്നുകൊണ്ട് അതൊക്കെ ഹറാമാണ്. അഭൗതികമല്ലാത്ത സഹായ ചോദ്യങ്ങൾ, ഇടപാടുകൾ, ഇടപെടലുകൾ അഥവാ നേർക്കുന്നതിനുള്ള ഭൗതികമായ കാര്യകാരണ ബന്ധങ്ങളുടെ സ്ഥാനത്തുള്ള ചോദ്യങ്ങൾ, അത് മനുഷ്യന്മാരോടാണോ അനുവദനീയമാണ്, ജിന്നുകളോടാണോ അനുവദനീയമല്ല, ഹറാമാണ്. എന്തുകൊണ്ട്? അത് ഷിർക്കിലേക്കുള്ള വഴിയാണ്. അതാണ് വസിയത്തു ഷിർക്ക് എന്ന് പറയാം. ലോകത്ത് ഇവിടെ നേരത്തെ ഒന്നാമത്തെ വിശകലനത്തിൽ ഹംസ ഷാക്കിർ ഹിക്കമി പറഞ്ഞല്ലോ, ലോകത്ത് ആദ്യമുണ്ടായത് ഷിർക്കല്ല, ബിംബങ്ങൾ ഉണ്ടാക്കി അന്ന് അവരെ ആരാധിച്ചിട്ടില്ല എന്ന് ഇബ്നു അബ്ബാസ് പറഞ്ഞ ഉദ്ധരണി അടക്കം പറഞ്ഞു. അപ്പോൾ ആദ്യമുണ്ടായത് ഷിർക്കല്ല, ഷിർക്കിലേക്ക് എത്തുന്നൊരു വഴിയാണ്. വിഗ്രഹമുണ്ടാക്കി, പ്രതിമയുണ്ടാക്കി അന്ന് ആരാധിച്ചില്ല, അതാണ് പിന്നീട് തലമുറകൾ കഴിഞ്ഞപ്പോൾ ആരാധിക്കാൻ നിമിത്തമായി മാറിയത്. അപ്പോൾ ലോകത്ത് ആദ്യം ഉണ്ടായത് ഷിർക്കിലേക്കുള്ള വസീലയാണ്, പിന്നെ ഷിർക്കിലേക്ക് എത്തി. വസീലത്തു ഷിർക്കല്ല ഞങ്ങളാരെങ്കിലും കണ്ടുപിടിച്ച ഒരു പുതിയ സാധനമൊന്നുമല്ല. ഒന്നിലേക്ക് എത്തിക്കുന്ന വഴി, അതിനാണ് വസീല എന്ന് പറയാം. മദ്യപാനം ഹറാമാണ്, അതിലേക്ക് എത്തിക്കുന്ന വഴികൾ, അതിനാണ് വസീല. അപ്പോൾ ആ വഴികളൊക്കെ ഹറാമാണ്. വ്യഭിചാരം ഹറാമാണ്, അതിലേക്ക് എത്തിക്കുന്ന ഏതൊക്കെ വഴിയുണ്ടോ അതൊക്കെ വസീയത്തു സിന എന്ന് പറയാം, അതൊക്കെ ഹറാമാണ്. എന്ന പോലെ ഷിർക്കിലേക്ക് എത്തിക്കുന്ന എന്തെല്ലാം വഴിയുണ്ടോ അതെല്ലാം ഹറാമാണ്. അപ്പം ജിന്നുകളോടായാലും അഭൗതികമായ തേട്ടമാണോ, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ തേട്ടമാണോ, അത് ദുആ ആണ്, അത് ഷിർക്കാണ്, സംശയമില്ല. എന്നാൽ അഭൗതികമായ തേട്ടമൊന്നുമല്ല, അദൃശ്യമാകത്തെ തേട്ടമല്ല. അപ്പോൾ നേരത്തെ ഇവിടെ വിശദീകരിച്ചല്ലോ, സുലൈമാനിയുടെ വിഷയം പറഞ്ഞു, ജിന്നുകളുടെ കഴിവുകൾ പറഞ്ഞു, അവിടെ ഭൗതികങ്ങൾ വേർതിരിച്ചു പറഞ്ഞു. ഇങ്ങനെ അഭൗതികമായ തേട്ടമൊന്നുമല്ല എങ്കിൽ അത് ഷിർക്കിലേക്ക് എത്തിക്കുന്നതാണ് എന്നതുകൊണ്ട് ഹറാമാണ്. അതേ കാര്യം ഇൻസിനോട് ചോദിച്ചാലോ ഹറാമില്ല, കാരണം ഷിർക്കിലേക്ക് എത്തിക്കുന്ന വഴിയല്ല. ഇതാണ് ഇതിൻ്റെ അസുല്. അത് ഒരുപാട് സ്ഥലത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നൂറുകണക്കിന് മുഖാമുകൾ ഈ വിഷയത്തിൽ മാത്രം നമ്മൾ നടത്തി, അതൊക്കെ യൂട്യൂബിൽ ലഭ്യമാണ്. 3 സംവാദങ്ങൾ ഈ വിഷയത്തിൽ മാത്രം നടത്തി, അതും യൂട്യൂബിൽ ലഭ്യമാണ്. യാതൊരു അഭിപ്രായ വ്യത്യാസവും അതിലില്ല, ഒരു മാറ്റവും അതിലില്ല. അത് ആവശ്യമെങ്കിൽ ഇനിയും ഇൻഷാ അല്ലാഹ് നമുക്ക് നടത്താനും ഒരു പ്രയാസവുമില്ല. ചില ആളുകൾ ധാരണ ഇപ്പം എന്തോ നമുക്ക് പറയാൻ വല്ല മടിയുണ്ട്, ഇപ്പം എന്തോ ധൈര്യക്കുറവാണ്, ഇപ്പം അതിനൊക്കെ പിറകോട്ട് പോയി പോലെ അറഫ് പിറകോട്ട് പോയിട്ടില്ല. എന്താണ് നമ്മൾ അന്ന് ആ 3 സംഭവത്തിൽ പറഞ്ഞത്, അവിടെ തന്നെ ഇപ്പോഴുമുള്ളത്. കോഴിച്ചനയിൽ എഴുതിയ വ്യവസ്ഥ എന്താണോ ആ വ്യവസ്ഥ ഇപ്പോഴും അങ്ങനെ തന്നെയാണ്, ഒരു പ്രശ്നവുമില്ല. കോഴിച്ചനയിലും പത്തപ്രിയത്തും അതേപോലെ പന്നിപ്പാളിലുമൊക്കെ എഴുതിയ വ്യവസ്ഥ 100% കൃത്യമാണ്. ആ വ്യവസ്ഥ പ്രകാരം, ആ വാദപ്രകാരം തന്നെയാണ് എന്നുമുള്ള ജീവിതം. നമ്മളൊക്കെ മാറ്റിയതുകൊണ്ട് അതല്ലതായി മാറുമോ? ഇല്ലല്ലോ. നമ്മളൊക്കെ വളരെ മാറ്റി പറഞ്ഞു വിചാരിക്കുക. എന്നാൽ ഇസ്ലാമിൻ്റെ ഈ അസുല് ഇല്ലതായി മാറും. ഒരു സംഗതി ദുആ ആകലെപ്പോഴാണ്, പ്രാർത്ഥന ആകലെപ്പോഴാണ്? അഭൗതിക മാർഗത്തിൽ തേടുമ്പോൾ. അഭൗതിക മാർഗത്തിൽ തേടുന്ന ദുആ ആണ്, ഷിർക്കാണ്, ഇബാദത്താണ്. അഭൗതിക മാർഗമല്ലേ, ദുആ അല്ല, ഇബാദത്തല്ല. ഇതാണ് അസുല്, ഇസ്ലാമിൻ്റെ അടിസ്ഥാനം അതാണ്. ഇനി അതല്ല ജിന്നാണോ എങ്കിൽ ഒക്കെ അഭൗതികം എന്നൊരു പുതിയ നയമാണെങ്കിൽ അതിൽ നമ്മളില്ല, അത് അംഗീകരിക്കാൻ ഞങ്ങളില്ല. അത് ഇസ്ലാമിൻ്റെ അടിസ്ഥാനമല്ല.